നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി ഉത്തരവിനെതിരായ പ്രോസിക്യൂഷന്റെ അപ്പീൽ നടപടികൾ തുടങ്ങി. 8ാം പ്രതി ദിലീപ് അടക്കമുള്ളവരെ വെറുതെ വിട്ട നടപടിയെയാണ് പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. കേസിലെ അപ്പീൽ സാധ്യതകൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ തയ്യാറാക്കി. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസിന് ഇന്ന് റിപ്പോർട്ട് കൈമാറും. രഞ്ജിൽ രാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. രഞ്ജിൽ, ഈ നിയമപരമായി സാങ്കേതികപരമായി ഒക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഇത്തരത്തിൽ ഇപ്പോൾ മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ പോലും ഒരു വെറുതെ വിട്ട പ്രതിയെ വീണ്ടും വെറുതെ വിട്ട പ്രതിക്കെതിരെ വീണ്ടും ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക, ഒരു അപ്പീൽ സമർപ്പിക്കുക. അപ്പോൾ അതിൽ മേൽക്കോടതിയിൽ നിന്ന് വന്നേക്കാവുന്ന ചോദ്യങ്ങൾ ഒക്കെ കടുത്ത ഭാഷയിലായിരിക്കും എന്നുള്ളത് വ്യക്തമില്ല. എന്തായാലും അപ്പീലുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുന്നു പ്രോസിക്യൂഷൻ എന്നുള്ളതാണ്. അതായത് 8ാം പ്രതി ദിലീപ് അടക്കമുള്ളവരെ വെറുതെ വിട്ട നടപടിയാണ് പ്രധാനമായും ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു അപ്പീലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തൊക്കെയാണ് വിവരങ്ങൾ? എപ്പോഴത്തേക്ക്? ഇന്ന് തന്നെ കൈമാറുമോ രഞ്ജിൽ? കാളിദാസ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു കേസിലേറെ നിർണായകമായ ഒരു കാര്യം തന്നെയായിരുന്നു 8ാം പ്രതി ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിട്ട ഒരു കാര്യം. അന്ന് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മേൽക്കോടതി സമീപിക്കുമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്ക് ഇന്ന് തുടക്കമാകുകയാണ്. അതായത് ഈ അപ്പീൽ നൽകുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ട് ആദ്യം സമർപ്പിക്കാനുണ്ട്. ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ അപ്പീൽ മൂവ് ചെയ്യണമെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇത്തരത്തിലൊരു റിപ്പോർട്ട് കൈമാറേണ്ടതുണ്ട്. ആ റിപ്പോർട്ട് കൈമാറിയതിനു ശേഷമായിരിക്കും അപ്പീലുമായി മുന്നോട്ട് പോവുക. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം തന്നെ ഇന്ന് തുടങ്ങുമെന്നാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും വരുന്ന ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. അത് ഇന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും. അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ മേൽക്കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങൾക്ക് തുടക്കമാകും. അങ്ങനെയാണെങ്കിൽ വരും ദിവസത്തിനുള്ളിൽ തന്നെ മേൽക്കോടതി സമീപിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതേസമയം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് സർക്കാരും ഹൈക്കോടതിയെ സമീപിക്കുമെന്നൊരു കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ പ്രോസിക്യൂഷന്റെ അപ്പീൽ നടപടികളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞാൽ സർക്കാരും ഹൈക്കോടതി സമീപിക്കുമെന്നാണ് അറിയിക്കുന്നത്. ഈ ആഴ്ച തന്നെ അങ്ങനെയാണെങ്കിൽ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ഈ ഒരു കേസിൽ കഴിഞ്ഞ ദിവസം വിധി വന്നതിന് തൊട്ട് പിന്നാലെ 8ാം പ്രതി ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിട്ടതിനു ശേഷം പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ ഹൈക്കോടതിയെ സമീപിക്കും. തങ്ങളുടെ പക്കൽ ഈ ഒരു ഗൂഢാലോചന തെളിയിക്കാനുള്ള തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി മുന്നോട്ട് തന്നെ പോകും. ഇതിൽ നിന്ന് പുറകോട്ടില്ല എന്ന് തന്നെയായിരുന്നു പ്രോസിക്യൂഷനും അതിജീവിതയൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്കാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ കടക്കുന്നത്. എന്തായാലും നമുക്കറിയാം, കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികളെയാണ് കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതും അതുപോലെ തന്നെ കോടതി ശിക്ഷിച്ചതും. മറ്റ് പ്രതികളെ കോടതി വെറുതെ വിട്ടിരുന്നു. അതിലാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് പോകുന്നത്. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പുറത്തു വരുന്ന വിധിന്യായത്തിലെ കൂടുതൽ വിവരങ്ങൾ ഓരോ ദിവസവുമായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഇത്തരത്തിൽ ഗൂഢാലോചന തെളിയിക്കുന്ന യാതൊരു തരവും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടില്ല എന്നാണ് പ്രതിഭാഗം വാദിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഈ 8ാം പ്രതിയായ ദിലീപിനെ ഈ കേസിൽ ബന്ധപ്പെടുത്താനായിട്ടുള്ള യാതൊരു തെളിവോ അല്ലെങ്കിൽ യാതൊരു പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും യാതൊരു തെളിവോ ഒന്നും തന്നെ മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചിട്ടില്ല. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ പുറത്തുവിട്ട ഈ വിധിന്യായത്തിലെ പകർപ്പിലെ മൊഴികൾ എന്ന് പറയുന്നത് ഈ കേസിന്റെ സമയത്ത് മൊഴി നൽകിയതും അതിനുശേഷം ക്രോസ് വിസ്താരത്തിനിടെ മൊഴി നൽകിയതും തമ്മിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ വൈരുദ്ധ്യം ഉണ്ടായിരുന്നു. അത് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ പ്രതിഭാഗം ഈ ഒരു കേസിലെ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതെന്ന് വേണം പറയാൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രോസിക്യൂഷന്റെ തെളിവിന്റെ അഭാവം തന്നെയാണ് കേസിൽ ദിലീപ് ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിടാനുള്ള കാരണം. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ എത്രത്തോളം ഈ ഒരു തെളിവ് അല്ലെങ്കിൽ ഈ ഒരു പങ്ക് തെളിയിക്കാനായിട്ട് പ്രോസിക്യൂഷൻ സാധിക്കും എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. കാരണം നമുക്കറിയാം, ഈ ദിലീപിനെ പൾസർ സുനിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു പ്രധാന കാരണം അല്ലെങ്കിൽ പ്രധാനമായ ഒരു തെളിവായി പോലീസും പ്രോസിക്യൂഷനും മുന്നോട്ട് വെക്കുന്നത് കത്ത് എഴുതി എന്നുള്ളതാണ്. അതായത് ഈ ജയിലിൽ കിടക്കുമ്പോൾ പൾസർ സുനി എഴുതിയ കത്ത് മാത്രമാണ് ഇത്തരത്തിൽ തെളിവായി മുന്നോട്ട് വെക്കുന്നത്. അതിൽ മേൽ വേറെ തെളിവുകളൊന്നും തന്നെ ദിലീപുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷന് മുന്നോട്ട് വെക്കാൻ സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഈ ഒരു അതിജീവിതയുടെ മൊഴി മാത്രമാണ് ഈ ഒരു കേസിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മുന്നോട്ടായിട്ട് പ്രോസിക്യൂഷൻ വെക്കുന്നത്. അതിനുമേൽ മറ്റ് സാക്ഷിമൊഴികളോ അല്ലെങ്കിൽ ഈ അതിജീവിതം തന്നെ പറയുന്നുണ്ട് അമ്മയ്ക്കെല്ലാം അറിയാമായിരുന്നു എന്ന് പറയുമ്പോഴും അമ്മയുടെ മൊഴിയും പ്രോസിക്യൂഷൻ വിസ്തരിച്ചിട്ടില്ല എന്ന് വേണം തന്നെ ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു വിധിന്യായത്തിൽ നിന്ന് മനസ്സിലാക്കാം.
അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു പങ്ക് തെളിയിക്കാനായിട്ട് പ്രോസിക്യൂഷൻ സാധിച്ചില്ല എന്ന് വേണം പറയാൻ. അങ്ങനെയാണെങ്കിൽ ഇനി ഹൈക്കോടതിയെ സമീപിക്കുമ്പോഴും ഏത് പ്രകാരമായിരിക്കും ഈ ഒരു പ്രോസിക്യൂഷൻ ഇതുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഏവരും നോക്കിക്കാണുന്നത്. എന്തായാലും നടപടിക്രമങ്ങൾക്ക് തുടക്കമാവുമ്പോഴും ഈ അപ്പീലുമായി മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കുറ്റവിമുക്തനാക്കപ്പെട്ട ഒരു പ്രതിയെ അല്ലെങ്കിൽ ഒരാളെ വീണ്ടും പ്രതിസ്ഥാനത്തേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ വീണ്ടും വിചാരണ ചെയ്യണമെങ്കിൽ അത് എത്രത്തോളം അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടക്കേണ്ടതുണ്ട് എന്നും ഇനി ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുക. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് തന്നെ പോകാനാണ് പ്രോസിക്യൂഷന്റെ ഒരു തീരുമാനം. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട ഈ വിധി വരുന്നതിന് തൊട്ട് പിന്നാലെ അല്ലെങ്കിൽ വിധി വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ വിധി പകർപ്പുമായി ബന്ധപ്പെട്ട ഒരു കത്ത് പുറത്തു വന്നിരുന്നു എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. അതായത് ഇത്തരത്തിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികളെ ശിക്ഷിക്കും, അല്ലെങ്കിൽ 8ാം പ്രതി ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിടും എന്ന് പറയുന്ന അത് നേരത്തെ മുൻകൂട്ടി അറിയിക്കുന്ന തരത്തിലുള്ള ഒരു കത്ത് പുറത്തു വന്നിരുന്നു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. അതിലും അന്വേഷണം നടക്കണം, അല്ലെങ്കിൽ അന്വേഷണം വേണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ ഒരു വാദം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു കത്ത് എങ്ങനെ പുറത്തു വന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കത്ത് പുറത്തു വന്നിട്ടുണ്ടോ എന്നൊക്കെ തന്നെ അന്വേഷിക്കണം എന്നൊരു കാര്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഓരോ ദിവസം കൂടുന്തോറും പുതിയ പുതിയ കാര്യങ്ങളാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സമയം അതിജീവിതയുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കോടതി വിധിയെ ഒരു ആരോപണം മുന്നിൽ നിർത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അതിജീവിതയുടെ ഭാഗത്തു നിന്ന് വന്നത്. കാരണം നമുക്കറിയാം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ആദ്യമായ ഒരു പ്രതികരണം വന്നത് അതിജീവിത ഇത്തരത്തിൽ പറയുന്നുണ്ട്, കോടതിക്ക് മുമ്പിൽ എല്ലാവരും ഒരുപോലെയല്ല എന്നൊരു സംഭവം അതിജീവിത ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നത്. അത് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഇവിടെ ഈ ഒരു തിരിമറി നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയമൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രോസിക്യൂഷന്റെയും അതിജീവിതയുടെയും ഒരു നിലപാട് എന്ന് പറയുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഹൈക്കോടതിയിൽ ഈ ആഴ്ച തന്നെ അപ്പീൽ പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സർക്കാരും ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് തന്നെയാണ്, ഇതിൽ നിന്നും പിന്നോട്ടില്ല, അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് എന്ന് തന്നെയാണ് മന്ത്രിമാരുൾപ്പെടെ വ്യക്തമാക്കിയിരുന്നത്. വിധിപ്പകർപ്പ് മുഴുവനായി വായിച്ചതിന് ശേഷം കേസുമായി ഹൈക്കോടതിയിൽ സമീപിക്കാമെന്നാണ് മന്ത്രിമാർ അല്ലെങ്കിൽ സർക്കാർ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 1500 പേജുള്ള ഒരു വിധിപ്പകർപ്പാണ്. അത് വ്യക്തമായി പരിശോധിച്ച ശേഷമായിരിക്കും അപ്പീലുമായി മുന്നോട്ട് പോകുക. കാളിദാസ്. രഞ്ജിൽ രാജാണ് വിവരങ്ങൾ നൽകിയത്.